കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് യാസർ അബു ഷബാബ് കൊല്ലപ്പെടുന്നത്. സംഘത്തിനുള്ളിലെ ആഭ്യന്തര തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇത് ശരിവെക്കും വിധത്തിലുള്ള ചില ദൃശ്യങ്ങളും പിന്നാലെ പുറത്തു വന്നിരുന്നു. ദൃശ്യങ്ങളിൽ സൈനിക വേഷം ധരിച്ചുകൊണ്ട് പുതിയ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട ദുഹൈനിയെ കാണാമായിരുന്നു. അബു ഷബാബ് കൊല്ലപ്പെടുകയും പെട്ടെന്ന് തന്നെ സംഘത്തിന്റെ തലവനായി ഗസാൻ അൽ ദുഹൈനി നേതാവായി രംഗപ്രവേശനം ചെയ്യുകയുമാണ് ഉണ്ടായത്. അബു ഷബാബ് കഴിഞ്ഞാൽ പോപ്പുലർ ഫോഴ്സിൽ രണ്ടാമനായിരുന്നു ഗസാൻ അൽ ദുഹൈനി. ഇസ്രായേൽ നേരിട്ട് റിക്രൂട്ട് ചെയ്ത വ്യക്തിയായതിനാൽ അബു ഷബാബ് ഗ്രൂപ്പിന്റെ മുഖമായും പ്രായവും സായുധ തന്ത്രങ്ങൾ മെനയാനുള്ള മിടുക്കും കണക്കിലെടുത്ത് ഗസാൻ അൽ ദുഹൈനി സംഘത്തിലെ രണ്ടാമനായും പ്രവർത്തിച്ചു. ഫലസ്തീൻ മാധ്യമങ്ങളിൽ സംഘത്തിലെ പ്രധാനിയാണെന്ന തരത്തിൽ വാർത്തകളും വരാറുണ്ടായിരുന്നു. എങ്കിലും ഈ 39കാരനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിരുന്നില്ല. 1987 ഒക്ടോബർ 3 തെക്കൻ ഗസയിലെ റഫയിലാണ് ദുഹൈനി ജനിച്ചത്. ഫലസ്തീനിലെ പ്രബല ഗോത്ര വിഭാഗമായ തരാബിൻ ബെഡൂയിൻ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇതേ വിഭാഗത്തിൽ നിന്നുള്ള ആൾ തന്നെയായിരുന്നു യാസർ അബു ഷബാബും. നേരത്തെ ഫലസ്തീൻ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള സൈന്യത്തിൽ ഫസ്റ്റ് ലഫ്റ്റനന്റ് പദവി വഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു ദുഹൈനി. പിന്നീട് സൈന്യത്തിൽ നിന്ന് രാജിവെച്ച അദ്ദേഹം ഗസ മുനമ്പിലെ സായുധ വിഭാഗമായ ജയ്ഷെ ഇസ്ലാമിൽ ചേർന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ്സുമായി ആശയപരമായ ബന്ധമുണ്ടെന്ന് ആരോപണം നേരിടുന്ന സംഘടനയായിരുന്നു ജയ്ഷെ ഇസ്ലാം. വെള്ളിയാഴ്ചയാണ് ഗസാൻ അൽ ദുഹൈനിയെ സംഘത്തിന്റെ തലവനായി പ്രഖ്യാപിച്ചുകൊണ്ട് പോപ്പുലർ ഫോഴ്സ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. പിന്നാലെ ഹമാസിനെതിരായ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ദുഹൈനി പ്രഖ്യാപിക്കുകയും ചെയ്തു. ടൈംസ് ഓഫ് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് തനിക്ക് ഹമാസിനെ ഭയമില്ലെന്ന് ആവർത്തിക്കുകയും ചെയ്തു അദ്ദേഹം. ഹമാസിനെ ഞാൻ ഭയപ്പെടുന്നില്ല. എന്തിനാണ് ഞാൻ അവരെ ഭയപ്പെടുന്നത്? ഞങ്ങൾ അവരോട് നേരിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഞങ്ങൾ അവരുടെ പോരാളികളെ അറസ്റ്റ് ചെയ്യും, അവരുടെ ആയുധങ്ങൾ പിടിച്ചെടുക്കും എന്നെല്ലാമാണ് ഗസാൻ അൽ ദുഹൈനി ഇസ്രായേലി മാധ്യമങ്ങളോട് പറഞ്ഞത്.